അപ്പോൾ എല്ലാവർക്കും ഹലോ. ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഫോഗ് ലാമ്പ് ഇല്ല ഇവിടെ. അപ്പം എല്ലാവർക്കും അറിയാം ഇവിടെ ഫോഗ് ലാമ്പ് വരുന്ന മോഡലുണ്ട്. അപ്പം ഇതിന് ഫോഗ് ലാമ്പ് കയറ്റാൻ പോകണം. ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ്. ഇതിന് ഏകദേശം 570 രൂപയാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത്. അപ്പം നമുക്കിത് ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അതിനാദ്യം നമ്മൾ ഈ ബമ്പർ ഫുൾ അഴിക്കണം, എന്നാലേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ ബമ്പർ അഴിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബമ്പർ അഴിക്കാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ ബോണറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബമ്പർ അഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു നട്ട് വരുന്നുണ്ട്, ഒരു 10ൻ്റെ നട്ട്. പിന്നെ ഇവിടെ ഒരു ലോക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇവിടെ അതുപോലെ ഒരു ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തൊരെണ്ണമുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റുമെന്നറിയില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് അഴിച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊരെണ്ണമുണ്ട്. നമ്മൾ വണ്ടിയുടെ ബമ്പർ അഴിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ ഇതുണ്ട്. ഇവിടെ ഒരു നട്ട്, പിന്നെ ഇതിനകത്തൂടെ ഒരെണ്ണം വരുന്നുണ്ട്, ഇതിനകത്തൂടെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ ഏകദേശം 1 2 3 4 5 6 നട്ട് ഫുള്ള് വരുന്നുള്ളൂ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഫോഗ് ലാമ്പ് കയറ്റണം. നമുക്ക് ഇതുണ്ട്, ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും, എളുപ്പം കട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ്. ഒരു ആക്സോ ബ്ലേഡോ അത് കത്തി വല്ലതും ചൂടാക്കി നമുക്ക് മുറിച്ചെടുക്കാൻ പെട്ടെന്ന്. അത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്, ഇതിലാണ് നമ്മൾ മുറുക്കുന്നത്. ബാക്കിയെല്ലാം ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഇനിയപ്പം ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഫിക്സ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് വയറിങ്ങിനകത്ത് കുറച്ച് പരിപാടിയുണ്ട്, അതാണ് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പോൾ ഇത് ഇനി വെക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെക്കുക, അവിടെ ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഈ സൈഡ് ഇങ്ങോട്ട് വെക്കുക, അവിടെ ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 സൈഡിലും വെക്കുന്നു. ആദ്യമേ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ടാണ് വയറിംഗ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ ഇതിനകത്തൊരു ഹാലജൻ ബൾബാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ബാറ്ററിയിലോട്ടോ കൊടുക്കാനും പറ്റത്തില്ല, മറ്റേ പാർക്കിലോട്ട് കൊടുക്കാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന് നല്ല വെട്ടമുള്ളതായതുകൊണ്ട് എപ്പോഴും ഓണാക്കി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഒരു ചെറിയ സേഫ്റ്റിക്ക് ഇത്രയും പവറുള്ള ബൾബ് ആയതുകൊണ്ട് റിലേ ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ റിലേയുടെ എല്ലാം വയറിങ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ബ്ലാക്ക് കളർ കാണുന്ന നെഗറ്റീവാണ്, എല്ലാവർക്കും അറിയാമല്ലോ, ബ്ലാക്ക് കളർ നെഗറ്റീവാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ലൈന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലൈൻ ആദ്യം നമുക്കിത് ഫുൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമുക്കുള്ള വയറിങ്ങിനുള്ള വയർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളത് ഇത് ബമ്പർ 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ജസ്റ്റ് നമ്മൾ ഈ സൈഡിൽ നിന്നാണ് മെയിനായിട്ടുള്ള കണക്ഷൻ എടുക്കുന്നത്. ഇവിടുന്ന് ഈ വയറിൽ തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ജോയിൻ്റ് അടിക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നേരിട്ട് വലിക്കുക. നമുക്കിപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഇവിടുന്ന് നേരെ ഇതുവഴി എടുത്തു, ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെയിനായിട്ട് വരുന്ന ലൈൻ കൊടുക്കണം. പക്ഷേ ഇവിടുത്തെ പരിപാടി നമ്മളിപ്പോൾ ഏകദേശം കഴിഞ്ഞ് ഇതിൻ്റെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ അകത്താണ്. അതായത് ഇവിടെ നമുക്ക് ഒരു റിലേ പിടിപ്പിക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഹോണിൻ്റെ റിലേ ആണ്. ആ റിലേ നമുക്കിതേ പിടിപ്പിക്കണം. എന്നാലേ നമുക്ക് ഇത്രയും വോൾട്ട് പവർ എടുക്കുന്ന ബൾബായതുകൊണ്ട് റിലേ കൊടുക്കണം. അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ റിലേ ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് ആ റിലേ. ഇതിനകത്ത് B എന്ന് എഴുതിയിരിക്കുന്ന ബാറ്ററി പ്ലസ് വയർ നേരിട്ട് ബാറ്ററിയിലോട്ട് കൊടുക്കുക. ഈ S എന്ന് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഈ ബ്ലാക്ക് വയർ ഉണ്ട്, ഇത് ഗ്രൗണ്ടാണ്. അത് നമുക്ക് നേരെ ഒന്നീ ബാറ്ററിയിലോട്ടോ അല്ല ബോഡിയിലോട്ടോ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് അടുത്തൊരു S എന്ന് എഴുതിയിരിക്കുന്നത് സ്വിച്ചിൻ്റെയാണ്. ഒരു സ്വിച്ച് നമ്മൾ വെക്കണം. ആ സ്വിച്ച് ഞാനിപ്പോൾ കാണിക്കാം. ഈ സ്വിച്ചാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. അപ്പോൾ ഇതിന് 2 വയർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഈ വയർ നേരിട്ട് ഈ റിലേ എന്നുള്ള കണക്ഷൻ ഒരു വയറിലോട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മറ്റേ എൻ്റെ ഈ സ്വിച്ചിൻ്റെ ഈ വയറിൽ നിന്ന് നേരെ പാർക്കിൻ്റെ പ്ലസ് പോയിൻറ്റിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ H എന്ന് എഴുതി നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ പ്ലസ് പോയിൻ്റാണ്. ഇവിടെ നിന്നാണ് ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ റിലേ വഴിയാണ് ഇതിൻ്റെ ഫുള്ള് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റിലേ ഇപ്പം വെക്കാൻ നോക്കുന്നത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇത് അഴിച്ചിട്ട് നമ്മൾ ഇതിലോട്ടാണ് കൊടുക്കുന്നത്. അതേ തന്നെ അപ്പോൾ നമുക്ക് മൈനസും എടുക്കാൻ പറ്റും, നെഗറ്റീവ് കണക്ഷനും ഇതേ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇനി ഇത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കണക്ഷനൊക്കെ. ഇതിനകത്ത് നിന്ന് വരുന്ന ബാറ്ററി പിന്നെ ഈ എർത്തിൻ്റെ കണക്ഷനും നമ്മൾ നേരിട്ട് ബാറ്ററിയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് നമ്മൾ ഈ റിലേന്ന് വരുന്ന ചുമല വയർ ഇതുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എർത്ത് വരുന്ന നേരെ നെഗറ്റീവിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്താൽ മതി. ഇതിനകത്ത് വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഈ നീല വയർ S എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അത് നമ്മൾ നേരെ സ്വിച്ചിലോട്ടാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ വയറെന്ന് പറഞ്ഞാൽ ഇതിന് ഇടയിൽ കൂടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ഇതിലേക്കൂടെ അകത്തോട്ട് അങ്ങനെ നമുക്ക് ആ സൈഡിലാണ് സ്വിച്ച് വരേണ്ടത്. അകത്ത് പറഞ്ഞാൽ അവിടത്തേക്ക് നമുക്ക് എടുക്കണം. ഇനി അത്രേ ഉള്ളൂ. അത് ഞാൻ ഇനി കാണിക്കാം. അപ്പോൾ നമ്മൾ ആ സ്വിച്ചിലോട്ടുള്ളത് ഈ നീല വയർ ഇവിടുത്തെ
ഈ കിഴുത്തേക്ക് അകത്തൂടെ നമ്മൾ എടുത്തിട്ട് എന്നിട്ട് ഇതുവഴി നമ്മൾ ആ നീല വയർ എടുത്ത് ഇതിനടിയിൽ കൂടെ മാറ്റിനകത്തൂടെ ഇതുവഴി അപ്പുറത്തെ നമ്മുടെ സ്വിച്ചിൻ്റെ സൈഡിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിലോട്ട് ഇത് കണക്ട് ചെയ്യുക. ആ സ്വിച്ചിൻ്റെ അടുത്ത പോയിന്റ് പാർക്കിൻ്റെ പ്ലസ് പോയിന്റിലോട്ട് കണക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളത് സ്വിച്ചിൻ്റെ കണക്ഷൻ എടുത്തു. ഇത് ഈ 2 പിന്ന് വഴിയാണ് നമ്മൾ സ്വിച്ച് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് ഈ സ്വിച്ചിൻ്റെ പുറകിലോട്ട് ഈ രണ്ട് 2 വേ സ്വിച്ചാണിത്. ഈ 2 പോയിന്റ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ഈ 2 പിന്നിലോട്ട് ഇത് കയറ്റി വെച്ചാൽ മതി. അപ്പം ഇവിടുത്തെ കണക്ഷൻ ഇത്രേ ഉള്ളൂ. ഒന്ന് നമ്മളത് പാർക്കിൻ്റെ അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. കാണിക്കാം ഞാൻ. ഇത് അതിൽ നിന്ന് വന്നിരിക്കുന്ന വയർ നമ്മളിത് ഈ പാർക്ക് ലാമ്പുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ കാണിച്ചല്ലോ. ഇതിനകത്ത് ഈ ഹോണിലോട്ടുള്ള കണക്ഷൻ വരുന്നത് എച്ച് എന്നുള്ളത് ഈ മഞ്ഞ വയറിൽ നിന്നുള്ള കണക്ഷൻ നമ്മളിത് നേരിട്ട് ഫോഗ് ലാമ്പ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം. ഇതിൻ്റെ പാർക്ക് ഓണാക്കി കാണിക്കാം. ഇപ്പോൾ പാർക്ക് ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് കത്തുന്നില്ല. അപ്പം ഫോഗ് ലാമ്പിന് നമ്മൾ അഡീഷണൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ഓണാക്കിയേ. ഇപ്പോൾ കണ്ടോ ഫോഗ് ലാമ്പ് കത്തിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. നമുക്ക് എപ്പോഴും ഇത് ഓണാക്കേണ്ട കാര്യമില്ല. പാർക്ക് ഓണാക്കിയാൽ മാത്രമേ ഫോഗ് ലാമ്പ് ഓണാകത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇത്. ഇനി ഇത് ഫുള്ള് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഫുൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് കാണിക്കാം ബാക്കിയല്ല. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വണ്ടിയുടെ രാത്രിയിലത്തെ വ്യൂ ആണ്. ആദ്യമേ ഞാൻ ഈ പാർക്ക് ഒന്ന് ഇട്ട് കാണിക്കാം. ഇത് ഇപ്പോൾ നമ്മൾ പാർക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ആ ഫോഗ് ലാമ്പ് ഒന്ന് ഓണാക്കി കാണിക്കാം. ഇതുണ്ട്. ഇതിൻ്റെ വെട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എങ്ങനെയുണ്ടെന്ന്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുണ്ടോ, നമ്മൾ ഈ ഫോഗ് ലാമ്പിൻ്റെ മാത്രം വെട്ടമാണ് ഇത്ര വെട്ടം. അപ്പോൾ നമുക്കറിയാം ഇതിന് എന്തോരം പവർ വരുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ റിലേ എല്ലാം ചെയ്തത്. എന്നാലും രാത്രിയിലത്തെ വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വെട്ടമുണ്ട്, അടിപൊളിയാണ് സാധനം. അപ്പം എല്ലാവരോടും പറഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതിനകത്ത് എല്ലാവരെയും കയറി സംശയമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരുന്നിടം വരെ